Demanded kids wear collection. ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ മാർക്കറ്റ് ഫീൽഡിൽ ഏറ്റവും ഡിമാൻഡ് കിഡ്സ് വെയറിന്റെ ബിസിനസ് ആണ്. അപ്പൊ നമുക്ക് ട്രസ്റ്റ് ആയിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒന്ന് കാണണല്ലോ ശരിക്കും. അപ്പൊ ഇന്ന് അജ്മീര ഫാഷൻ വന്നിട്ടുള്ളത് കിഡ്സ് വെയറിന്റെ മാനുഫാക്ചറിങ് നമ്മുടെ ഫാക്ടറിയിലാണ് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലൂടെ പരിചയപ്പെടാം നമ്മൾ എങ്ങനെയാണ് അതിന്റെ പ്രോസസ്സ് എന്നും എങ്ങനെയാണ് നല്ല രീതിയിൽ കിഡ്സ് വെയറിന്റെ ആ ഒരു വെറൈറ്റീസ് നമ്മൾ ചെയ്തെടുക്കുന്നതാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഡിമാൻഡ് കിഡ്സ് വെയർ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർക്കായിട്ട് ഈ ഒരു വീഡിയോ മസ്റ്റ് ആയിട്ട് ഒന്ന് സേവ് ചെയ്ത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ മാനുഫാക്ചറിങ് സെന്റർ ഫാക്ടറി നമ്മുടെ കിഡ്സ് വെയറിന്റെ. അപ്പൊ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കാണാൻ പോവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പല രീതിയിലുള്ള വെറൈറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ്, നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഡെയിലി വെയർ കളക്ഷൻസ് ഒക്കെ നമ്മൾ ഒരുപാട് വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് കണ്ടത് റോ മെറ്റീരിയൽസ് ആണ്, പല കളേഴ്സിൽ ഡിസൈനിലുള്ള റോ മെറ്റീരിയൽസ് ആണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഇനി നമുക്ക് എക്സൈറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഒരു സെക്ഷനിൽ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിന്നാണ് നമ്മുടെ ഒരു കുട്ടികളുടെ ഡ്രസ്സുകൾ എങ്ങനെ മാനുഫാക്ചർ ചെയ്തെടുക്കുന്നതെന്നുള്ളൊരു പ്രോസസ്സാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നുണ്ടോ മെറ്റീരിയൽസ്, ഇവിടെ നമുക്ക് പല കളേഴ്സ് കാണാൻ പറ്റുന്നുണ്ട്. ഇത് നമുക്ക് എത്ര മീറ്റർ ഉണ്ടെന്നും ഇതിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാണ് ഇവിടെ. ഇത് നമുക്ക് കാണാം. കംപ്ലീറ്റ് പ്രോസസ്സാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പല കളേഴ്സിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോന്നോ അതുപോലെ തന്നെ ഇതിൽ ഈ ഒരു തുണിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോന്നോ ഒന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള പ്രോസസ്സാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രോപ്പർ ഒരു സൈസ് നമുക്ക് വേണമല്ലോ, ആ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്താണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഒരു മെറ്റീരിയൽസ്, റോ മെറ്റീരിയൽസ് ആണ് ഇപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നത്. കണ്ടോ, ഇതിൽ നമുക്ക് കളേഴ്സിന്റെ കാര്യത്തിൽ ടെൻഷൻസ് ഒന്നും വേണ്ട, നമുക്ക് ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. ഇത് ഇങ്ങനെ നമ്മൾ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇനിയാണ് അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ മെറ്റീരിയൽ ഒക്കെ ഉണ്ടോ, നമ്മളത് നമ്മുടെ സൈസ് അനുസരിച്ച് കട്ട് ചെയ്തെടുത്ത സാധനങ്ങളാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് പല സൈസുള്ള, ഇപ്പം നമ്മൾ MXL എന്നൊക്കെ പറയാറില്ലേ, അതിൽ പല സൈസിലുള്ള ഇതാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ഇനിയും നമുക്ക് ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. നമുക്കൊന്ന് ചിന്തിക്കാം, നമ്മളൊരു കിഡ്സ് വെയർ ബിസിനസ് ചെയ്യുമ്പം അതിൻ്റെ ബാക്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തെടുത്താലാണ് നല്ല രീതിയിലൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നതിലൊരു ഭയങ്കരമായിട്ടും ഒരു ഉദാഹരണത്തിലാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാം, ഇതുണ്ടോ, ഇത് നമ്മൾ ആ ഒരു സൈസിൽ ഇത്രയും കളേഴ്സിന് സെറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇതുണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് അജ്മീര ഫാഷൻ്റെ ഒരുപാട് ഫേക്ക് വീഡിയോസ് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ റിയൽ മാനുഫാക്ചർ അല്ല, എല്ലാം ഫേക്ക് ആണ് എന്നൊക്കെ പറഞ്ഞവർക്കായിട്ടുള്ള ഒരു മറുപടിയും കൂടിയാണ്. ഈ രീതിയിലാണ് നമ്മുടെ പ്രോഡക്റ്റ് സെറ്റാക്കി വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് പല കളേഴ്സിൽ കാണാം. ഇത് നമ്മൾ ഓൾറെഡി ആ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്തത്. നിങ്ങൾക്ക് ഫാൻസി ടൈപ്പ് കാണാൻ പറ്റും, സിമ്പിൾ ആയിട്ടുള്ള കാണാൻ പറ്റും. ഇത് കണ്ടോ, പ്രിന്റഡ് ആയിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ സൈസ് അനുസരിച്ച് കംപ്ലീറ്റ് ഇങ്ങനെ ഒരു ബണ്ടിലാക്കി വെച്ചിരിക്കുകയാണ്. ഇനി അടുത്ത ഇത് ഓരോ സ്റ്റെപ്പായിട്ടാണ് വരുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള എന്താ പറയുക, ആ ഒരു ത്രെഡും കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കട്ട് ചെയ്തു, സൈസ് അനുസരിച്ച് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. ഇനി അടുത്ത പ്രോസസ്സ് വരുന്നത് ഇതാണ് സ്റ്റിച്ചിങ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് കാണാം എത്ര എംപ്ലോയീസ് ആണ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കൊരു സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ടെങ്കിൽ അല്ലെ ഒരു സ്റ്റിച്ച് ചെയ്യാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റ് കണ്ടെത്താൻ പറ്റുമെന്ന്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു കാണുന്ന എല്ലാം പ്രോഫിറ്റ് ആണ് കേട്ടോ. അപ്പം നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് കാണാം. നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പല ഫാൻസി ടൈപ്പ് ഡെയിലി വെയർ
ഗേൾസിൻ്റെ ബോയ്സിൻ്റെ എല്ലാ വെറൈറ്റീസും നമുക്ക് ഇവിടെ മാനുഫാക്ചറിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിൽ വേണ്ടത് ട്രസ്റ്റ് ആണല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ലൈവായിട്ട്. ഇതാ പ്രോഡക്റ്റ് നമ്മളിവിടെ മാനുഫാക്ചറിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കിഡ്സിൻ്റെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മെറ്റീരിയൽസ് കട്ട് ചെയ്തു, എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് മെറ്റീരിയൽസ് കട്ട് ചെയ്തു ആ ഒരു സൈസ് അനുസരിച്ച്. നെക്സ്റ്റ് വന്നിട്ടുള്ള സ്റ്റിച്ചിങ് ആണ്. സ്റ്റിച്ചിങ്ങിൽ നമുക്ക് പല സൈസിൽ ഇവിടെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് നോക്കാം. ഇതാ കണ്ടോ, ഇത് നമ്മൾ പല സൈസിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോഡക്റ്റ് ആണ്. ഇതാ ഇവിടെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, നമുക്ക് കാണാൻ പറ്റും. അപ്പം നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രചോദനമല്ല വേണ്ടത്. അപ്പം കേരള സൈഡിൽ ഏറ്റവും കൂടുതൽ നമുക്കത് റിയൽ ആയിട്ടുള്ളത് കാണണം, എന്നാലേ ഉള്ളൂ നമ്മൾ വിശ്വസിക്കുള്ളൂ അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ കിഡ്സ് വെയറിൻ്റെ മാനുഫാക്ചറിങ് സെൻറ്റർ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് വന്നിട്ട് നമുക്ക് പ്രോഡക്റ്റ് എല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്ത ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ടുള്ളത് പ്രസ്സിങ് ആണ് കേട്ടോ. നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ പ്രസ് ചെയ്തെടുക്കുകയാണ്. ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ അതിനൊരു ചുളിവും കാര്യങ്ങളും ഒന്നും ഉണ്ടാവാതെ നല്ല രീതിയിൽ പ്രസ് ചെയ്തെടുക്കുകയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റിൽ വരുന്ന കളക്ഷൻസ് ആണ്. അപ്പം നമുക്ക് ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. അപ്പം നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ പറ്റും, നമ്മളെ ഒരു ഫേക്ക് ആയിട്ട് ഒരു ന്യൂസ് ഇറക്കുമ്പോഴത്തേന് ഇപ്പം കുറേ വീഡിയോസൊക്കെ വന്നിട്ടുണ്ട്, അജ്മീറ ഫാഷൻ ഫേക്കാണ്, പ്രോഡക്റ്റ് ഒക്കെ വില കൂടുതലാണ്. പക്ഷെ നമ്മളൊരു പ്രോഡക്റ്റ് സെറ്റാക്കി വെക്കുമ്പോൾ അതിൻ്റെ ബാക്കിൽ എത്ര പേരുടെ അധ്വാനം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഈ ഒരു ഫാക്ടറി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം അത്രമാത്രം നമ്മൾ എഫേർട്ട് എടുത്താണ് ഓരോ കാര്യങ്ങളും ചെയ്തെടുക്കുന്നത്. ഇവിടെ പ്രസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സ്റ്റെപ്പ് വന്നിട്ട് നമ്മൾ ഓരോ പ്രോഡക്റ്റിന് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ലുക്കിങ് വേണം. കുഞ്ഞു കുഞ്ഞു നൂലുകൾ വരെ അതിനൊരു പ്രോബ്ലം ആയേക്കാം. അപ്പം അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് രീതിയിൽ നമ്മൾ പ്രോഡക്റ്റ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കുഞ്ഞു നൂലുകൾ വരെ കട്ട് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലാണോ പ്രോഡക്റ്റ് എന്ന് ചെക്ക് ചെയ്ത ശേഷമാണ് നമ്മൾ നെക്സ്റ്റ് പാക്കിങ്ങിലേക്ക് വരുന്നത്. ഇവിടെ ഇപ്പം പാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ പറ്റും, പാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, ഇപ്പം ഓൾറെഡി പാക്ക് ചെയ്ത സാധനങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നമ്മൾ ഒരാളെ പറ്റി ഫേക്ക് ആയിട്ട് പറയുമ്പോൾ അതിൻ്റെ ബാക്കിൽ എത്രമാത്രം ആളുകളുടെ അധ്വാനം ഉണ്ടെന്ന് നിങ്ങൾക്കൊന്ന് ഐഡിയ കിട്ടി കാണും അല്ലേ. ഒരാളുടെ പ്രോഡക്റ്റ് കൊണ്ടുവരണം, അത് നമ്മൾ കട്ട് ചെയ്തെടുക്കണം, പിന്നെ സ്റ്റിച്ചിങ്ങിലേക്ക്, പിന്നെ അത് പ്രസ് ചെയ്യുന്നു, പിന്നെ പാക്കിങ്, പ്രോപ്പർ ഇങ്ങനെയാണ് നമ്മുടെ കയ്യിലേക്ക് പ്രോഡക്റ്റ് എത്തുന്നത്. ഇപ്പം നിങ്ങൾക്കൊരു ചെറിയ ഐഡിയ കിട്ടി കാണും. ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോഴത്തേന് നമുക്ക് ഒരുപാട് എഫേർട്ട് ഉണ്ട്. നമ്മളൊരു മാനുഫാക്ചറിങ് ചെയ്ത് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അതിലേറെ എഫേർട്ടാണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് കാണാം, നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവരാണെങ്കിൽ, കിഡ്സ് വെയറിൻ്റെ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വിസിറ്റ് ചെയ്യൂ സൂരറ്റ് ഫാക്ടറി, അജ്മീറ ഫാഷൻ. ഇവിടെ നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കിഡ്സ് വെയറിൻ്റെ എല്ലാ ഡിമാൻഡഡ് കളക്ഷൻസും അവൈലബിൾ ആണ്. ഇപ്പോൾ പ്രോപ്പർ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്കൊരു നമ്മുടെ കേരള മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ എറണാകുളം, കൊച്ചി, കോഴിക്കോട് ഒക്കെ ഒരുപാട് സെൻറ്ററുകളുണ്ട്, ഒരുപാട് വീഡിയോസ് നമ്മൾ കാണുന്നു. പക്ഷെ നിങ്ങൾ വരിക ഡയറക്റ്റ് സൂരറ്റ് ഹോൾസെയിൽ മാർക്കറ്റ്. ഇവിടെ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം, നല്ല രീതിയിൽ പ്രോഫിറ്റോടുകൂടി ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാം. അപ്പം അങ്ങനെ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു വീഡിയോ മസ്റ്റ് ആയിട്ടും സേവ് ചെയ്ത് വെക്കുക. അപ്പം ഈ ഒരു കംപ്ലീറ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു ചെറിയ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക. മാത്രമല്ല നമ്മുടെ ഇനിയുണ്ട് സാരി, കുർത്തി, അതിൻ്റെയൊക്കെ നിങ്ങൾക്ക് മാനുഫാക്ചറിങ് കളക്ഷൻസ് ഒക്കെ കാണിക്കുക, മാനുഫാക്ചറിങ് എങ്ങനെ ചെയ്തെടുക്കുന്നത് കാണിക്കുക, മസ്റ്റായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക. നമ്മൾ അവിടേക്ക് അടുത്ത് പോകുന്നതായിരിക്കും. അപ്പോൾ ഒരു വിശ്വാസമായില്ലേ, നമ്മൾ എത്രയും എഫേർട്ട് എടുത്താണ് ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത്, അത്രയും എഫേർട്ട് എടുത്ത് തന്നെയാണ് നമ്മൾ പ്രോഡക്റ്റ് മാനുഫാക്ചറിങ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫേക്ക് ആയിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് റിയൽ ആയിട്ടുള്ള മാനുഫാക്ചറിങ് സെൻറ്റർ എങ്ങനെയാണെന്നും റിയൽ അജ്മീറ ഫാഷൻ എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ എൻക്വയറിക്കായിട്ടും നിങ്ങൾക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ടും മാത്രമല്ല ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാനായിട്ടും സ്ക്രീനിലെ നമ്പർ കോൺടാക്ട് ചെയ്യുക. മാത്രമല്ല നിങ്ങൾ വേൾഡിൽ എവിടെയായാലും ശരി, നമുക്ക് വേൾഡ് വൈഡ് ഷിപ്പിംഗ് അവൈലബിൾ ആണ്, സേഫ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് സിസ്റ്റം അവൈലബിൾ ആണ്. ഇനി ടൈം വേസ്റ്റ് ആക്കേണ്ട, സ്റ്റാർട്ട് ദ യുവർ ഓൺ ബിസിനസ്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് സ്ക്രീനിലെ നമ്പർ കോൺടാക്ട് ചെയ്തു.